2026 ജൂലൈ മാസം 1-ാം തീയതി മുതൽ രാജ്യത്ത് പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വരുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്ഥിരമായ തൊഴിലും മെച്ചപ്പെട്ട വേതനവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ മുൻപുണ്ടായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് ഒരു പുതിയ വികസന മാതൃക അവതരിപ്പിച്ചിരിക്കുകയാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവന മിഷൻ ഗ്രാമീൺ (VBG ഗ്രാമീൺ) എന്ന പേരിൽ പദ്ധതി പാർലമെന്റ് പാസാക്കിയ പ്രത്യേക ബില്ലിലൂടെയാണ് നടപ്പിലാക്കുക. യോഗ്യരായ എല്ലാ സാധാരണക്കാർക്കും പുതിയ തൊഴിൽ കാർഡുകൾ വിതരണം ചെയ്യുകയും അവർക്കെല്ലാം തന്നെ തടസ്സമില്ലാത്ത ശമ്പളം ലഭ്യമാകുകയും ചെയ്യും. ഈ പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാമ്പത്തിക ഘടനയിൽ കേന്ദ്ര സർക്കാർ മാറ്റങ്ങളൊക്കെ തന്നെ വരുത്തിയിട്ടുണ്ടെന്നത് ഇതിലൂടെ വ്യക്തമാണ്. മുൻപുണ്ടായിരുന്ന പദ്ധതിയുടെ 100% തുകയും കേന്ദ്രവിഹിതമായിട്ടായിരുന്നു അനുവദിച്ചിട്ടുള്ളത്. പുതിയ നിയമപ്രകാരം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ പങ്കിടുന്ന രീതിയിലേക്ക് മാറും. നമ്മുടെ സംസ്ഥാനത്ത് മുൻപ് 100 തൊഴിൽ ദിവസങ്ങളാണ് ഒരു വർഷം ഉറപ്പ് നൽകിയിരുന്നത്. എങ്കിൽ കേന്ദ്രത്തിന്റെ പുതിയ മാർഗനിർദ്ദേശപ്രകാരം 125ഓളം തൊഴിൽ ദിവസങ്ങളായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ ദിവസവേതനം 400 രൂപയോ അതിനു മുകളിലോ ആയി നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. വേതന വർധനവിൽ ഒതുങ്ങാതെ ജോലിക്കിടയിൽ അപകടങ്ങൾ ഒക്കെ തന്നെ പരിഹരിക്കുന്നതിനായിട്ട് പ്രത്യേക അപകട ഇൻഷുറൻസ് പോലെയുള്ള സുരക്ഷാ സ്കീമുകളും ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. പുതിയ പദ്ധതിയിൽ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായിട്ട് വളരെ സവിശേഷമായിട്ടുള്ള ഒരു വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക സീസണുകളിൽ വിളവെടുപ്പ് സമയങ്ങളിലും മറ്റ് കൃഷിപ്പണികൾക്ക് തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥ ഒഴിവാക്കാൻ വർഷത്തിൽ 60 ദിവസം ഈ പദ്ധതിയുടെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിയമവും അനുവാദം നൽകുന്നുണ്ട്. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളെയൊക്കെ തന്നെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റങ്ങൾ അവരുടെ ജോലിയെ പെട്ടെന്ന് ബാധിക്കില്ല. അവർക്ക് തങ്ങളുടെ കൈവശമുള്ള പഴയ തൊഴിൽ കാർഡുകൾ ഉപയോഗിച്ച് തന്നെ നിലവിൽ ജോലിയിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. നിലവിലുള്ള പഴയ കാർഡുകൾക്ക് പകരമായിട്ട് ഘട്ടം ഘട്ടമായി റോസ്ഗാർ ഗ്യാരണ്ടി കാർഡ് എന്ന പേരിലുള്ള പുതിയ ഔദ്യോഗിക കാർഡൊക്കെ തന്നെ എല്ലാ തൊഴിലാളികൾക്കും സർക്കാർ ലഭ്യമാക്കും. ഈ പദ്ധതിയിലേക്ക് പുതുതായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് വിഭാഗവുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. മുൻപുണ്ടായിരുന്ന പദ്ധതിയിലേതുപോലെ തന്നെ കൃത്യമായിട്ട് പൂരിപ്പിച്ച അപേക്ഷാ ഫോം, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആധാർ കാർഡ് കൂടാതെ KYC, eKYC പ്രക്രിയകൾ എന്നിവ പൂർത്തിയാക്കി പുതിയ അംഗത്വം നേടാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.